നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂർ കുറ്റിപ്പുറം പാതയുടെ അറ്റകുറ്റപ്പണികളിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. KSTP കുറ്റിപ്പുറം ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ SM അഷ്റഫിനെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. കടലിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. രക്ഷകരായി ഫിഷറീസ്, മറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ സംഘവും ശനിയാഴ്ച രാവിലെ എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെ രക്ഷിച്ച് കരയിലെത്തിച്ചു. ഗുരുവായൂരിൽ കെട്ടിടത്തിന് മുകളിൽ മാലിന്യം കൂട്ടിയിട്ട് കത്തിച്ച സ്ഥാപനത്തിൽ നിന്നും നഗരസഭ 2 ലക്ഷം രൂപ പിഴ ഈടാക്കി. സ്ഥാപനം അടച്ചുപൂട്ടാൻ നോട്ടീസ് നൽകി. വേലൂർ പഞ്ചായത്തിലെ 12ാം വാർഡിലെ 76 നമ്പർ മണിമലർക്കാവ് അങ്കണവാടിയിൽ ഗേറ്റ് നിർമ്മിച്ചുവെന്ന് കാണിച്ച് പണം തട്ടിയെടുത്ത സംഭവത്തിൽ ഭരണസമിതി രാജിവെക്കണമെന്ന് കോൺഗ്രസ്. 2015-16 സാമ്പത്തിക വർഷത്തിലാണ് കേസിനാസ്പദമായ സംഭവം. വിശദമായ വാർത്തയിലേക്ക്. തൃശൂർ കുറ്റിപ്പുറം പാതയുടെ അറ്റകുറ്റപ്പണികളിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. KSTP കുറ്റിപ്പുറം ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ SM അഷ്റഫിനെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. റോഡ് അറ്റകുറ്റപ്പണിക്കായുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കിയതിലും ടെൻഡർ ചെയ്തതിലും ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ചയുണ്ടായതായി KSTP ചീഫ് എഞ്ചിനീയർ സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരുന്നു. തൃശൂർ പാറമേക്കാവ് മുതൽ ജില്ലാതിർത്തിയായ കല്ലുംപുറം വരെ 33 കിലോമീറ്റർ ദൈർഘ്യമുള്ള സംസ്ഥാനപാത റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനർനിർമ്മിക്കാനാണ് പൊതുമരാമത്ത് വകുപ്പ് പദ്ധതി തയ്യാറാക്കിയത്. പ്രവൃത്തിയിൽ വീഴ്ച വരുത്തിയ ആദ്യ കരാറുകാരെ പ്രവൃത്തിയിൽ നിന്ന് നീക്കം ചെയ്തിരുന്നു. റീടെൻഡറിനുള്ള നടപടികൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും അതുവരെ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് അറ്റകുറ്റപ്പണികൾ നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. ഇതിനായി തയ്യാറാക്കിയ എസ്റ്റിമേറ്റിന്റെ ആധികാരികത ഉറപ്പാക്കി സാങ്കേതിക അനുമതി നൽകുന്നതിലും ടെൻഡർ ചെയ്യുന്നതിലും ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്നും വീഴ്ച സംഭവിച്ചതായി ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കാൻ സർക്കാർ മടിക്കില്ലെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. തൃശൂർ കുറ്റിപ്പുറം റോഡിലെ അറ്റകുറ്റപ്പണികൾക്കെതിരെ ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് KSTP ചീഫ് എഞ്ചിനീയറോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ മന്ത്രി ആവശ്യപ്പെട്ടത്. CCTV ന്യൂസ്, കേച്ചേരി. അണ്ടത്തോട് സെന്ററിൽ ബൈക്ക് തടഞ്ഞു നിർത്തി യുവാവിനെ ആക്രമിച്ച സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. അണ്ടത്തോട് മേത്തി വീട്ടിൽ ഇക്ബാലിനെയാണ് വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ചൊവ്വാഴ്ച 12:30 അണ്ടത്തോട് സെന്ററിൽ വെച്ചായിരുന്നു അക്രമം നടന്നത്. അണ്ടത്തോട് ബീച്ച് റോഡിലേക്ക് ബൈക്കിൽ പോയിരുന്ന മുസ്തഫയെ ഇക്ബാൽ ബൈക്കിൽ നിന്നും വീഴ്ത്തിയ ശേഷം ആക്രമിക്കുകയായിരുന്നു. നാട്ടുകാർ ഓടിക്കൂടിയതിനെ തുടർന്ന് ഇക്ബാൽ ഓട്ടോറിക്ഷയിൽ രക്ഷപ്പെട്ടു. അക്രമത്തിൽ മുഖത്ത് സാരമായി പരിക്കേറ്റ മുസ്തഫ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. മുൻ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണം. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ പൂർണ്ണമായും തകർന്ന തൃശൂർ മുതൽ ചൂണ്ടൽ വരെയുള്ള റോഡ് ഉടനടി ടാറിംഗ് നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് SDPI മണലൂർ മണ്ഡലം പ്രസിഡന്റ് ദിലീഫ് അബ്ദുൽ ഖാദർ മരണം വരെ നിരാഹാര സമരം നടത്തുമെന്ന് ഭാരവാഹികൾ കുന്നംകുളം പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജൂലൈ 29 തിങ്കളാഴ്ച വൈകിട്ട് 4 മണി മുതൽ കേച്ചേരി സെന്ററിൽ ആരംഭിക്കുന്ന അനിശ്ചിതകാല നിരാഹാരം പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകൻ ഗ്രോവ് വാസു ഉദ്ഘാടനം ചെയ്യും. പുതിയ കരാറിന്റെ പേര് പറഞ്ഞ് റോഡ് നിർമ്മാണം നീട്ടിക്കൊണ്ടുപോകുന്നത് ജനങ്ങളോടുള്ള വഞ്ചനയാണെന്നും കുഴി അടയ്ക്കാനെന്ന് പറഞ്ഞ് 29 ലക്ഷം രൂപ അനുവദിച്ച സർക്കാർ നടപടി ജനങ്ങളുടെ പ്രതിഷേധം തണുപ്പിക്കാനുള്ള നടപടിയായിരുന്നുവെന്നും വ്യക്തമായിരിക്കുകയാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പൂർണ്ണമായും തകർന്ന തൃശൂർ മുതൽ പെരുമ്പിലാവ് വരെയുള്ള റോഡിലെ കുഴി അടയ്ക്കാനാണ് സർക്കാർ 29 ലക്ഷം പാസാക്കിയത്. എന്നാൽ റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ ഈ തുക അപര്യാപ്തമാണെന്നും കുഴിയടയ്ക്കാൻ എന്ന പേരിൽ ക്വാറി വേസ്റ്റ്, പഴയ റോഡ് പൊളിച്ചതിന്റെ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ റോഡിൽ തള്ളിയതുമൂലം പൊടിശല്യം രൂക്ഷമായിരിക്കുകയാണ്. പരിസരവാസികളെയും യാത്രക്കാരെയും കൂടുതൽ ദ്രോഹിക്കുന്ന നടപടി സർക്കാർ തുടരുകയാണെന്നും ഈ സാഹചര്യത്തിൽ ജനങ്ങളുടെ ന്യായമായ അവകാശം നേടിയെടുക്കാനാണ് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് SDPI മണലൂർ മണ്ഡലം പ്രസിഡന്റ് ദിലീഫ് അബ്ദുൽ ഖാദർ മരണം വരെ നിരാഹാര സമരവുമായി തെരുവിൽ ഇറങ്ങുന്നതെന്നും ഭാരവാഹികൾ സൂചിപ്പിച്ചു. പരിപാടികൾ വിശദീകരിച്ചു നടത്തിയ വാർത്താസമ്മേളനത്തിൽ SDPI മണലൂർ മണ്ഡലം പ്രസിഡന്റ് ദിലീഫ് അബ്ദുൽ ഖാദർ, SDPI ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് TA തൊയ്യീബ്, SDPI മണ്ഡലം കമ്മിറ്റി അംഗം പരീദ് ആളൂർ എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ്, കുന്നംകുളം. വേലൂർ പഞ്ചായത്തിലെ 12ാം വാർഡിലെ 76 നമ്പർ മണിമലർക്കാവ് അങ്കണവാടിയിൽ ഗേറ്റ് നിർമ്മിച്ചുവെന്ന് കാണിച്ച് പണം തട്ടിയെടുത്ത സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം ആരംഭിച്ച സാഹചര്യത്തിൽ LDF പഞ്ചായത്ത് ഭരണസമിതി രാജിവെക്കണമെന്ന് കോൺഗ്രസ് മെമ്പർമാർ. 2015-16 സാമ്പത്തിക വർഷത്തിലാണ് കേസിനാസ്പദമായ സംഭവം. അങ്കണവാടിക്ക് ഗേറ്റ് നിർമ്മിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി പണം അനുവദിച്ചിരുന്നു.
എന്നാൽ ഗേറ്റ് നിർമ്മിക്കാതെ വ്യാജരേഖയുണ്ടാക്കി കരാറുകാരൻ പണം കൈപ്പറ്റിയെന്നാണ് പരാതി. നിലവിലെ വാർഡ് മെമ്പർ CD സൈമൺ വിവരാവകാശ പ്രകാരം എടുത്ത രേഖകളിൽ കരാറുകാരൻ പണം കൈപ്പറ്റിയതായി വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഇതുവരെയും ഗേറ്റ് സ്ഥാപിച്ചിട്ടില്ല. കുട്ടികൾ റോഡിലേക്ക് ഇറങ്ങി ഓടുന്നത് അപകട ഭീഷണി സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ അങ്കണവാടിക്ക് ഗേറ്റ് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് രക്ഷിതാക്കൾ രംഗത്തെത്തിയിരുന്നു. തുടർന്ന് വാർഡ് മെമ്പർ CD സൈമൺ അന്വേഷിച്ചപ്പോഴാണ് ഗേറ്റ് നിർമ്മിച്ചതായി കാണിച്ച് പണം തട്ടിയെടുത്തതായി കണ്ടെത്തിയത്. തുടർന്ന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അന്നത്തെ ഭരണസമിതിയിലെ പ്രസിഡന്റ് ഷെർലി ദിലീപ് കുമാർ, നിലവിലെ ഭരണസമിതിയിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും അന്നത്തെ ക്ഷേമകാര്യ ചെയർമാനായ TR ശോഭി നിലവിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാണ്. ഇവർ ഒപ്പിട്ട് നൽകിയതിനാലാണ് കരാറുകാരൻ പണം തട്ടിയെടുത്തതെന്നും അഴിമതിക്ക് കൂട്ടുനിന്ന നിലവിലെ ഭരണസമിതി രാജിവെക്കണമെന്നും പ്രതിപക്ഷ നേതാവ് സ്വപ്ന രാമചന്ദ്രൻ, വാർഡ് മെമ്പർ CD സൈമൺ എന്നിവർ എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. 8 വർഷമായിട്ട് ഇതുവരെ അവിടെ ഗേറ്റിന്റെ പൊടി പോലും അവിടെ സ്ഥാപിച്ചിട്ടില്ല. ഇന്ന് ബേഡി ഗ്രാമപഞ്ചായത്ത് വിജിലൻസ് കേസെടുത്ത് ഇതിനെതിരെ കേസെടുത്ത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളുടെ സുരക്ഷത്തിൽ പോലും അഴിമതി നടത്തിയ ഈ പഞ്ചായത്ത് ഇടതുപക്ഷ ഭരണസമിതി രാജിവെക്കണമെന്ന് ഈ അവസരം ഞാൻ ആവശ്യപ്പെട്ടു. കാരണം ഓരോ കുട്ടികളും ഈ നാടിന്റെ ഏറ്റവും വിലപ്പെട്ട അമൂല്യമായിട്ടുള്ള സ്വത്തുക്കളായതുകൊണ്ട് തന്നെ അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഈ അഴിമതിയിൽ ഉൾപ്പെട്ട മുഴുവൻ ആളുകളെയും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിന് ശക്തമായിട്ടുള്ള സമര പരിപാടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. കാരണം ഇതിന് കൂട്ടുനിന്നുള്ള പഞ്ചായത്ത് പ്രസിഡന്റും മുൻ പഞ്ചായത്ത് പ്രസിഡന്റും രാജിവെക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ഇതിന് നീതി നടപ്പിലാക്കിയേ പറ്റൂ. അഴിമതി നടത്തിയ കരാറുകാരൻ വേലൂർ തിരുത്തിന്മേൽ വീട്ടിൽ അനിരുദ്ധൻ, അന്നത്തെ വാർഡ് മെമ്പർ ഷീബ ഗോപി, അസിസ്റ്റന്റ് എഞ്ചിനീയർ, പഞ്ചായത്ത് സെക്രട്ടറി എന്നിവരെ പ്രതിചേർത്ത് അന്വേഷണം നടത്തണമെന്നും അല്ലാത്തപക്ഷം ഹൈക്കോടതിയെ സമീപിക്കുമെന്നും അഴിമതിക്കെതിരെ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും കോൺഗ്രസ് മെമ്പർമാർ പറഞ്ഞു. CCTV ന്യൂസ്, എരുമപ്പെട്ടി. വേലൂർ ഗ്രാമപഞ്ചായത്തിലെ 2015-16 സാമ്പത്തിക വർഷത്തിലെ മണിമലർക്കാവ് അങ്കണവാടി പുനരുദ്ധാരണത്തിന് എസ്റ്റിമേറ്റിൽ ഉൾപ്പെട്ട 40 കിലോ വരുന്ന ഗേറ്റ് അന്നത്തെ കരാറുകാരൻ സ്ഥാപിക്കുന്നതിനായി കൊണ്ടുവന്നിരുന്നു എന്നും മതിലുപണി പൂർത്തിയാകാത്തതിനാൽ അന്നത്തെ വാർഡ് മെമ്പറുടെ നിർദ്ദേശപ്രകാരം ഗേറ്റ് സ്ഥാപിക്കാതെ പോകുകയായിരുന്നുവെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭി പറഞ്ഞു. മതിലുപണി പൂർത്തിയാക്കുന്ന മുറയ്ക്ക് ഗേറ്റ് സ്ഥാപിക്കുന്നതിന് അസിസ്റ്റന്റ് എഞ്ചിനീയർ പഞ്ചായത്ത് കമ്മിറ്റി ചുമതലപ്പെടുത്തിയിരുന്നു. ഇതെല്ലാം അറിഞ്ഞിട്ടും പ്രതിപക്ഷം രാഷ്ട്രീയ പ്രേരിതമായി ആരോപണങ്ങൾ ഉന്നയിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പ്രസ്തുത വാർഡിന്റെ മെമ്പർ BJP അംഗമായിരുന്നിട്ടും മറ്റൊന്നും പറയാനില്ലാത്തതിലാണ് വസ്തുതയില്ലാത്ത ആരോപണം ഉന്നയിക്കുന്നത്. കെട്ടിടത്തിന്റെ ഗേറ്റ്, ടോയ്ലറ്റ് വാൾ കെട്ടി അകവും പുറവും പ്ലാസ്റ്ററിംഗ് ചെയ്യൽ, ടോയ്ലറ്റ് ഷീറ്റ് മേയൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് 1,30,000 രൂപ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പണി പൂർത്തീകരിക്കാത്തതിനാൽ എസ്റ്റിമേറ്റിൽ ഉൾപ്പെട്ട ഗേറ്റ് സ്ഥാപിച്ചില്ല. അന്നത്തെ വാർഡ് മെമ്പറുടെ നിർദ്ദേശപ്രകാരം ഗേറ്റ് സ്ഥാപിക്കാതെ അങ്കണവാടി കോമ്പൗണ്ടിൽ മാറ്റിവെക്കുകയും കരാറുകാരനിൽ നിന്നും അറിയാൻ കഴിഞ്ഞു. 6,143 രൂപ കരാറുകാരൻ പഞ്ചായത്തിൽ നിന്നും കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ടെന്ന് ശോഭി പറഞ്ഞു. ഒരു 6,147 രൂപ 43 രൂപയാണ് ഈ ഗേറ്റിന് വേണ്ടി അതില് ചെലവ് കാണിച്ചിട്ടുള്ളത്. അത്തരം ഒരു സംഖ്യ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പഞ്ചായത്ത് ഭരണസമിതിക്ക് അത്തരം ഒരു പൈസയുടെ അഴിമതി നടത്തേണ്ട കാര്യമില്ല. മാത്രമല്ല, ജനങ്ങൾക്ക് വേണ്ടി അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ക്ഷേമത്തിന്, ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള ക്ഷേമത്തിന് വേണ്ടിയുള്ള ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കി വളരെ ശ്രദ്ധേയമായ രീതിയിൽ പഞ്ചായത്തിന്റെ ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മാലിന്യ നിർമ്മാർജ്ജനവും ഒക്കെ ആയിക്കൊണ്ട് ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല ഒരു പൊസിഷനിലേക്ക് നമ്മുടെ ഭരണസമിതിക്ക് വരാൻ സാധിച്ചിട്ടുണ്ട്. പദ്ധതി നിർവഹണങ്ങളിൽ അതുപോലുള്ള ബഡ്സ്, ഭിന്നശേഷി മേഖലയിലൊക്കെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. അതിരിക്കെ ഇത്തരത്തിലുള്ള ഒരു ബാലിശമായ ആക്ഷേപങ്ങളുമായി കോൺഗ്രസ് വരികയാണ്. ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ ഇടപെട്ടിട്ടുള്ള അല്ലെങ്കിൽ കാര്യങ്ങളിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടികൾ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഭരണസമിതിയാണ്. വടക്കേക്കാട് നായരങ്ങാടിയിൽ ഓടിക്കൊണ്ടിരുന്ന സ്കൂട്ടറിന്റെ ടയർ പൊട്ടി നിയന്ത്രണം വിട്ടുമറിഞ്ഞ് 2 പേർക്ക് പരിക്ക്. തൊടിയൂർ സ്വദേശി മൂത്തേടത്ത് വീട്ടിൽ ഹൈദരാലി, ആരിഫ എന്നിവർക്കാണ് പരിക്കേറ്റത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:30 സംഭവം. പരിക്ക് പറ്റിയ ഇരുവരെയും വയലത്തൂർ എക്സ് ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കടലിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. രക്ഷകരായി ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ സംഘവും. മുനയ്ക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്നും ശനിയാഴ്ച പുലർച്ചെ മത്സ്യബന്ധനത്തിന് പോയ കാവിലമ്മ എന്ന ഇൻബോർഡ് വള്ളത്തിന്റെ എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് വകുപ്പിന്റെ ബോട്ട് രക്ഷാപ്രവർത്തനം നടത്തി കരയിലെത്തിച്ചു.
കടലിൽ 10 നോട്ടിക്കൽ മൈൽ അകലെ ചാമക്കാല പടിഞ്ഞാറു ഭാഗത്ത് എഞ്ചിൻ നിലച്ചു കുടുങ്ങിയ തൃശൂർ വലപ്പാട് സ്വദേശി ചാങ്ങാരത്ത് വീട്ടിൽ വേലായുധൻ മകൻ ഗോപിയുടെ ഉടമസ്ഥതയിലുള്ള കാവിലമ്മ എന്ന ഇൻബോട്ട് വള്ളവും വലപ്പാട് സ്വദേശികളായ 40 മത്സ്യത്തൊഴിലാളികളെയുമാണ് ശക്തമായ കാറ്റിലും രക്ഷാപ്രവർത്തനം നടത്തി കരയിലെത്തിച്ചത്. വള്ളവും തൊഴിലാളികളും കടലിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിൽ സന്ദേശം ലഭിച്ചത്. ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ AF പോളിന്റെ നിർദ്ദേശാനുസരണം മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ പ്രശാന്ത് കുമാർ VN, ഷിനിൽകുമാർ ER, ഷൈബു VM, സിവിൽ പോലീസ് ഓഫീസർ അവിനാഷ്, റെസ്ക്യൂ ഗാർഡുമാരായ ഫസൽ, ഷിഹാബ്, അജിത് കുമാർ, ബോട്ട് റാങ്ക് റസാഖ്, എഞ്ചിൻ ഡ്രൈവർ റഷീദ് എന്നിവരും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. മത്സ്യബന്ധന യാനങ്ങൾ വാർഷിക അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടത്താത്തതും കാലപ്പഴക്കം ചെന്ന മത്സ്യബന്ധന യാനങ്ങൾ ഉപയോഗിച്ച് മത്സ്യബന്ധനത്തിന് പോകുന്നതുകൊണ്ടും കടലിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. ഈ ആഴ്ചയിൽ 3ാമത്തെ യാനമാണ് കടലിൽ അകപ്പെടുന്നത്. ജില്ലയിൽ രക്ഷാപ്രവർത്തനത്തിന് ഫിഷറീസ് വകുപ്പിന്റെ 2 ബോട്ടുകൾ ചേറ്റുവയിലും അഴീക്കോടും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മറൈൻ എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് ഉൾപ്പെട്ട ഫിഷറീസ് സ്റ്റേഷനും സജ്ജമാണെന്നും തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ KV സുഗന്ധകുമാരി അറിയിച്ചു. CCTV ന്യൂസ് ചാവക്കാട്. തൃശൂർ ജില്ലാ ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീമിന്റെ തണൽ ഭവന പദ്ധതിയിലൂടെ കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് സ്കൂളിലെ മുൻ NSS വളണ്ടിയറിനായി നിർമ്മിച്ച കുന്നംകുളം ക്ലസ്റ്ററിലെ ആദ്യ സ്നേഹഭവനത്തിന്റെ താക്കോൽദാനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു നിർവഹിച്ചു. ഇതോടൊപ്പം ഡിമെൻഷ്യ പകൽവീട് സ്മൃതി പദത്തിലേക്കുള്ള ജില്ലാതല സഹായ വിതരണ ഉദ്ഘാടനവും നടത്തി. ചടങ്ങിൽ കുന്നംകുളം MLA AC മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന NSS ഓഫീസർ RN അൻസർ പദ്ധതി വിശദീകരണം നടത്തി. NSS സംസ്ഥാന പ്രോഗ്രാം കോർഡിനേറ്റർ ജേക്കബ് ജോൺ NSS സന്ദേശം നൽകി. യോഗത്തിൽ ഗുരുവായൂർ MLA NK അക്ബർ, കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ, സാമൂഹിക നീതി വകുപ്പ് സൂപ്രണ്ട് ഇൻചാർജ് TA താഹിറ തുടങ്ങിയവർ സംസാരിച്ചു. മാതൃകാപരമായിട്ടുള്ള ഇത്തരം പദ്ധതികളിൽ ഏറ്റവും ജനപ്രിയമായി എനിക്ക് അനുഭവപ്പെടുന്നത് ഭൂരഹിതരും ഭവനരഹിതരുമായിട്ടുള്ളവർക്ക് കയറി കിടക്കാനുള്ള ഒരു കിടപ്പാടം ഒരുക്കുമെന്ന ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് 1000 വീടുകൾ പണിതു നൽകാൻ NSS എടുത്ത തീരുമാനമാണ്. അത് തീർച്ചയായും ലൈഫ് ഭവന പദ്ധതിയുമായി മുന്നോട്ട് പോകുന്ന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളോടുള്ള വലിയ ഒരു ഒത്തുചേരൽ കൂടിയാണ് എന്ന കാര്യത്തിലും സന്തോഷമുണ്ട്. ഗുരുവായൂരിൽ കെട്ടിടത്തിന് മുകളിൽ മാലിന്യം കൂട്ടിയിട്ട് കത്തിച്ച സ്ഥാപനത്തിൽ നിന്നും നഗരസഭ 2 ലക്ഷം രൂപ പിഴ ഈടാക്കി. സ്ഥാപനം അടച്ചുപൂട്ടാൻ നോട്ടീസ് നൽകി. പടിഞ്ഞാറെ നടയിൽ പ്രവർത്തിക്കുന്ന അവന്തി ഇൻ ലോഡ്ജിലെ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങളാണ് കെട്ടിടത്തിന് മുകളിൽ കൂട്ടിയിട്ട് കത്തിച്ചത്. നഗരസഭ ആരോഗ്യ വിഭാഗം നൈറ്റ് സ്ക്വാഡിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തുകയായിരുന്നു. മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറാതെ കൂട്ടിയിട്ട് കത്തിക്കുകയായിരുന്നു എന്ന് ഉദ്യോഗസ്ഥർ കണ്ടെത്തി. നഗരസഭ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ KS നിയാസ്, സുജിത് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. വെള്ളർക്കാട് സ്കൂട്ടർ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് അപകടത്തിൽ യുവതിക്ക് പരിക്കേറ്റു. പാഴിയോട്ടുമുറി സ്വദേശിനി 20 വയസ്സുള്ള കാർത്തികയ്ക്കാണ് പരിക്കേറ്റത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:30-നാണ് അപകടമുണ്ടായത്. എരുമപ്പെട്ടി ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്കൂട്ടർ നിയന്ത്രണം വിട്ട് വെള്ളർക്കാട് പള്ളിക്ക് സമീപം മറിഞ്ഞു വീഴുകയായിരുന്നു. പരിക്കേറ്റ യുവതിയെ വെള്ളർക്കാട് SKSSF സഹചാരി ആംബുലൻസ് പ്രവർത്തകർ ജാബിറിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ സ്കൂട്ടറിനും കേടുപാടുകൾ സംഭവിച്ചു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. എരുമപ്പെട്ടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. എരുമപ്പെട്ടി കുട്ടഞ്ചേരിയിൽ നിയന്ത്രണം വിട്ട കാർ മതിലിലിടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇന്ന് ഉച്ചതിരിഞ്ഞ് കുട്ടഞ്ചേരി മില്ലിന് സമീപത്താണ് അപകടമുണ്ടായത്. നെല്ലുവായ് ഭാഗത്തു നിന്നും കറുകപ്പത്തൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് റോഡരികിലെ മൺതിട്ടയിലേക്ക് ഇടിച്ചു കയറി മരത്തിലിടിക്കുകയായിരുന്നു. കാറിന്റെ മുൻവശം തകർന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കണ്ടാണശ്ശേരി യൂണിറ്റ് കൺവെൻഷൻ നടന്നു. മറ്റം കരിസ്മ പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് C നാരായണൻ അധ്യക്ഷനായി. ബ്ലോക്ക് പ്രസിഡന്റ് CN ശ്രീധരക്കുറുപ്പ് ആമുഖ പ്രഭാഷണം നടത്തി. യൂണിറ്റ് സെക്രട്ടറി PR സത്യപാലൻ പ്രവർത്തന റിപ്പോർട്ടും ബ്ലോക്ക് സെക്രട്ടറി PV ചാക്കോച്ചൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് AF ജോണി, CA ഫ്രാൻസിസ്, യൂണിറ്റ് ട്രഷറർ MP ഗിരിജ,
വൈസ് പ്രസിഡന്റ് CP ആന്റണി എന്നിവർ സംസാരിച്ചു. സംഘടനയിൽ ചേർന്ന പുതിയ അംഗങ്ങൾക്ക് സ്വീകരണം നൽകി. ഭാരവാഹികളായി C. നാരായണൻ പ്രസിഡന്റ്, PR സത്യപാലൻ സെക്രട്ടറി, MP ഗിരിജ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. എരുമപ്പെട്ടി പഞ്ചായത്തിൽ കുടുംബശ്രീ ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചു. കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും പുതിയ സംരംഭങ്ങളും പരിശീലനങ്ങളും ആരംഭിക്കുന്നതിനും വേണ്ടിയാണ് എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ക്ഷേമ സഹകരണ സംഘം രൂപീകരിച്ചത്. ഷീജ സുരേഷിനെ പ്രസിഡന്റായും സുമന സുഗതനെ വൈസ് പ്രസിഡന്റായും നീതു സുനിൽ ഹോണററി സെക്രട്ടറിയായും സ്വപ്ന പ്രദീപ്, ബബിത KB, ഷീബ രാജേഷ്, സൗമ്യ യോഗേഷ്, PT റോസ, ലത ഹരിദാസ്, ഗീത മോഹനൻ, പ്രഭിത ബാലകൃഷ്ണൻ, KK നിഷ, സുജാത ജയൻ എന്നിവരടങ്ങുന്ന 13 അംഗ ഡയറക്ടർ ബോർഡിനെ തെരഞ്ഞെടുത്തു. യോഗത്തിൽ വരണാധികാരിയായി സജീഷ് K. ചന്ദ്രൻ നേതൃത്വം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് S. വസന്തലാൽ, വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് എന്നിവർ സംസാരിച്ചു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാത സഞ്ചാരയോഗ്യമാക്കുക, പൊതുമരാമത്ത് വകുപ്പിലെയും KSTPയിലെയും അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ ജയിലിൽ അടയ്ക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആം ആദ്മി പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ബൈക്ക് റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. ചൂണ്ടൽ സെന്ററിൽ നടന്ന പ്രതിഷേധ പൊതുയോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് റാഫേൽ ടോണി അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി റാണി ആന്റോ യോഗം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് PS ഉണ്ണികൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറി ബില്ലി പൊന്തക്കൻ, കിസാൻ വിംഗ് സംസ്ഥാന പ്രസിഡന്റ് കിസാൻ ജസ്റ്റിൻ എന്നിവർ സംസാരിച്ചു. പൊതുയോഗത്തെ തുടർന്ന് പ്രവർത്തകർ കുഴികൾ നിറഞ്ഞ തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലൂടെ പ്രതിഷേധ സൂചകമായി ബൈക്ക് റാലി സംഘടിപ്പിച്ചു. കേച്ചേരിയിൽ സമാപിച്ച ബൈക്ക് റാലിക്ക് കുന്നംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് രാജീവ്, മണലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇക്ബാൽ, വടക്കാഞ്ചേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് KS റോയ് എന്നിവർ നേതൃത്വം നൽകി. കടവല്ലൂർ വില്ലന്നൂർ കാരുകുളം ശ്രീ ശിവ വിഷ്ണു ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി കർക്കിടകം 1 മുതൽ നടന്നുവരുന്ന രാമായണ പാരായണം ഞായറാഴ്ച ശ്രീരാമ പട്ടാഭിഷേക ഘോഷയാത്രയോടെ സമാപിക്കും. രാവിലെ 6 മുതൽ 10 മണിവരെ വസുമതി നായർ ഗുരുവായൂർ, സുമാ കരിക്കാട് എന്നിവരാണ് രാമായണ പാരായണം നടത്തുന്നത്. ഞായറാഴ്ച രാവിലെ ക്ഷേത്ര മേൽശാന്തി വിപിൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും നടക്കും. തുടർന്ന് തണ്ടേക്കാട്ടിൽ കുടുംബക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്രയും ശ്രീരാമ പട്ടാഭിഷേകവും ശേഷം പ്രസാദകൂട്ടും ഉണ്ടായിരിക്കും. രാമായണ മാസാചരണ ചടങ്ങുകൾക്ക് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് അശോകൻ, സെക്രട്ടറി സുജിൻ, ട്രഷറർ ബാലൻ, കമ്മിറ്റി അംഗങ്ങൾ, മാതൃസമിതി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകും. ഓഗസ്റ്റ് 3-ാം തീയതി രാവിലെ 4 മണി മുതൽ കർക്കിടക വാവുബലി തർപ്പണത്തിനുള്ള സൗകര്യം ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഓഗസ്റ്റ് 4-നാണ് ക്ഷേത്രത്തിലെ ഇല്ലനിറയും പുത്തരി നിവേദ്യവും നടക്കുകയെന്ന് ഭരണസമിതി ഭാരവാഹികൾ അറിയിച്ചു. ഹൈവേ അതോറിറ്റിയുടെ അശാസ്ത്രീയമായ പ്രവർത്തനങ്ങൾ മന്ദലാംകുന്ന് പ്രദേശത്തെ ജനങ്ങളെ നിരന്തരമായ തീരാ ദുരിതത്തിലേക്ക് തള്ളിവിടുന്നതെന്ന് ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പറും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ മന്ദലാംകുന്ന് മുഹമ്മദ് ഉണ്ണി പറഞ്ഞു. MLAയുടെ പിടിപ്പുകേടാണ് ഇതിന് കാരണമെന്നും മന്ദലാംകുന്ന് മുഹമ്മദ് ഉണ്ണി ആരോപിച്ചു. നിർമ്മാണം നടന്നുവരുന്ന NH66-ൽ മന്ദലാംകുന്ന് കിണർ കിഴക്കു ഭാഗത്തുണ്ടാകുന്ന വെള്ളക്കെട്ടിന് പരിഹാരം കണ്ടെത്താൻ MLAയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരെയും സ്വന്തം പാർട്ടിക്കാരെയും മാത്രം പങ്കെടുപ്പിച്ച് ചർച്ച നടത്തി. ഈ യോഗത്തിലേക്ക് ബന്ധപ്പെട്ട മറ്റാരെയും പങ്കെടുപ്പിച്ചില്ലെന്നുമാണ് ആരോപണം. ഭൂനിരപ്പിൽ നിന്നും 1 മീറ്റർ താഴെ സർവീസ് റോഡ് നിലനിൽക്കെ കാനവെട്ടി വെള്ളം തോട്ടിലേക്ക് ഒഴുക്കണമെങ്കിൽ റോഡിനേക്കാൾ താഴ്ചയിൽ കാനവെട്ടേണ്ടി വരും. അങ്ങനെ വന്നാൽ തോട്ടിൽ വെള്ളം നിറയുമ്പോഴും വേലിയേറ്റ സമയത്തും തോട്ടിലെ വെള്ളം റോഡിലേക്ക് വരികയാണ് ഉണ്ടാവുക. സർവീസ് റോഡ് ഉയർത്താതെ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുക എളുപ്പമാകില്ല. മന്നലാംകുന്നിൽ സ്ഥാപിക്കേണ്ട അടിപ്പാത സെന്ററിൽ നിന്നും 600 മീറ്റർ അകലെ കൊണ്ടുപോയി സ്ഥാപിച്ച NH അധികൃതർ നിർമ്മാണത്തിലുണ്ടായ പാളിച്ച മറച്ചുപിടിക്കാനും ജനരോഷത്തിൽ നിന്നും രക്ഷപ്പെടാനും നടത്തുന്ന ഇത്തരം ശ്രമങ്ങൾക്ക് MLA കൂട്ടുനിൽക്കുന്നത് അപലപനീയമാണ്. അടിപ്പാത മന്നലാംകുന്ന് സെന്ററിൽ സ്ഥാപിക്കണമെന്ന ജനകീയ ആവശ്യത്തെ അട്ടിമറിച്ചതും MLAയാണ്. അടിപ്പാതയ്ക്ക് അംഗീകാരം ലഭിച്ചെന്നുള്ള കള്ളപ്രഖ്യാപനം നടത്തി ജനകീയ സമരത്തെ ദുർബലപ്പെടുത്തി. കോടതിയെ സമീപിക്കാനുള്ള അവസരം പോലും നഷ്ടപ്പെടുത്തിയത് MLAയുടെ പ്രഖ്യാപനമാണ്. ഇക്കാര്യത്തിൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കാനും അധികൃതർ തയ്യാറാകണം. തൃശൂർ ജില്ലാ കളക്ടർക്ക് ഇതു സംബന്ധിച്ച നിവേദനം നൽകിയിട്ടുണ്ടെന്നും മുഹമ്മദ് ഉണ്ണി പറഞ്ഞു. അതിനേക്കാൾ താഴ്ചയിൽ കാന വെട്ടിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? വർഷകാലത്ത് വെള്ളം തോട്ടിൽ കയറും, ആ വെള്ളം ഇങ്ങോട്ട് അടിച്ചു കയറും, അതല്ലാതെ ഇവിടുന്ന് അങ്ങോട്ട് വെള്ളം പോകില്ല. സ്വാഭാവികമല്ലേ? അത് കൊച്ചു കുട്ടികൾക്ക് അറിയാവുന്നൊരു ബുദ്ധിയല്ലേ? അതിന് പകരം ഈ വിഡ്ഢിത്തരം ഇനിയും ആവർത്തിക്കാനാണ് ശ്രമിക്കുന്നത്. പൊതുവെ ഹൈവേക്കാർ ചെയ്തത് മുഴുവൻ അബദ്ധമാണ്. ഞാൻ പലപ്പോഴും ആക്ഷേപിച്ചതുപോലെ മന്ദലംകുന്ന് സെൻറ്ററിൽ സ്ഥാപിക്കേണ്ട ആ പാലം കൊണ്ടുപോയിട്ട് 600 മീറ്റർ അകലെ തെക്ക് ഭാഗത്ത് സ്ഥാപിച്ചതിൻ്റെ ഉദ്ദേശം എന്താണ് അതിൻ്റെ പ്രയോജനം? എന്തെങ്കിലും ഒരു ലോജിക്കൽ വേണ്ടേ? ഒരു ലോജിക്കും ഇല്ലാതെ ഈ നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി മാത്രം
ചെയ്ത ഒരു പണിയാണ്. അപ്പോൾ ഈ ഹൈവേക്കാരുടെ ഭാഗത്തുനിന്ന് വരുന്ന ഇത്തരം അബദ്ധങ്ങളും അശാസ്ത്രീയമായ നടപടി അതിനെ ന്യായീകരിക്കാനോ അതിനെ പിന്താങ്ങാനോ MLAക്ക് എന്താ കാര്യം? MLA ഇക്കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി വിളിക്കുന്ന യോഗത്തിൽ ഇവിടുത്തെ ബ്ലോക്ക് ഡിവിഷൻ മെമ്പറായ എന്നെ പോലും അറിയിച്ചിട്ടില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു സ്വകാര്യ പ്രശ്നമായി മാറ്റി അത് ചർച്ച ചെയ്യാൻ. അതേസമയം പൊന്നിയൂർക്കുളം പഞ്ചായത്ത് ഹാളിൽ വിളിച്ചു ചേർത്ത യോഗം ജനപ്രതിനിധികളുടെയോ പ്രദേശത്തെ ജനങ്ങളുടെയോ യോഗമല്ലെന്നും വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണുന്നതിനു വേണ്ടി വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗമാണ് വിളിച്ചതെന്നും 31-ന് ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിനു ശേഷം ആവശ്യമെങ്കിൽ പ്രദേശവാസികളുടെ യോഗം വിളിച്ച് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നും വാർഡ് മെമ്പർ ആലത്തേൽ മൂസ പറഞ്ഞു. CCTV ന്യൂസ് പൊന്നിയൂർക്കുളം. പെങ്ങാമുക്ക് ചെറുവള്ളിക്കടവ് പാലം പൊളിച്ചു പണിയാൻ അധികൃതർ രംഗത്തിറങ്ങുന്നു. പാലത്തിന്റെ വീതി കുറവിനെ പറ്റിയും ഗതാഗത കുരുക്കിനെ കുറിച്ചും CCTV വാർത്ത നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് AC മൊയ്തീൻ MLAയും ജനപ്രതിനിധികളും പാലം സന്ദർശിച്ചത്. 2022-ൽ പാലം പണിക്കായി സർക്കാർ ബജറ്റിൽ 12 കോടി അനുവദിച്ചിരുന്നു. എന്നാൽ 2 വർഷമായിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല. 2 ആഴ്ചയ്ക്ക് മുമ്പ് പാലത്തിൽ നിയന്ത്രണം വിട്ട കാർ പാടത്തെ വെള്ളക്കെട്ടിലേക്ക് മറിഞ്ഞിരുന്നു. 1962-ൽ നിർമ്മിച്ച പാലം പുനർനിർമ്മിക്കണമെന്ന് ശക്തമായ ആവശ്യം ഉയർന്നിരുന്നു. റോഡിന് ഇരുവശത്തും വീതി കൂട്ടിയെങ്കിലും പാലവും അപ്രോച്ച് റോഡും വീതി കൂട്ടിയിരുന്നില്ല. ഇതോടെ വലിയ വാഹനങ്ങൾ വരുമ്പോൾ പാലത്തിലും അപ്രോച്ച് റോഡിലും ഗതാഗത കുരുക്ക് പതിവാണ്. പാലം പൂർണ്ണമായും പൊളിച്ചു നീക്കി വീതി കൂട്ടി നിർമ്മിക്കാനാണ് പദ്ധതി. കുന്നംകുളം നഗരസഭാ അധ്യക്ഷ സീതാ രവീന്ദ്രൻ, കാട്ടകമ്പൽ പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ, PWD ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ എന്നിവർ MLAയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. CCTV ന്യൂസ് പെരുമ്പിലാവ്. നാഷണൽ ഹെൽത്ത് മിഷൻ ചാവക്കാട് ഏരിയ കൺവെൻഷൻ NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ഫ്രീഡം ഹാളിൽ നടന്ന കൺവെൻഷനിൽ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ശബന കൃഷ്ണൻ അധ്യക്ഷയായിരുന്നു. CITU ഏരിയ സെക്രട്ടറി AS മനോജ്, പ്രസിഡന്റ് KM അലി, ഏരിയ വൈസ് പ്രസിഡന്റ് TB ദയാനന്ദൻ, ജെയിംസ് ആളൂർ, സുബിൻ വടക്കേക്കാട്, ഷഹീർ ആറ്റുപുറം തുടങ്ങിയവർ സംസാരിച്ചു. കടവല്ലൂർ പഞ്ചായത്ത് ഹരിതകർമ്മസേനയ്ക്ക് സ്വന്തമായി വാഹനം ലഭിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ തനതു ഫണ്ടിൽ നിന്നും 3,30,000 രൂപ ചെലവഴിച്ചാണ് കടവല്ലൂർ പഞ്ചായത്ത് ഹരിതകർമ്മസേനയ്ക്ക് സ്വന്തമായി വാഹനം ലഭ്യമാക്കിയത്. നിലവിൽ സേന വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന അജൈവ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വാഹനം വാടകയ്ക്കെടുത്താണ് സംഭരണ കേന്ദ്രത്തിൽ എത്തിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ പത്മ വേണുഗോപാൽ മുൻകൈയെടുത്തതിന്റെ ഫലമായാണ് വാഹനമായത്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ പത്മ വേണുഗോപാൽ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിക്ക് താക്കോൽ കൈമാറി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ, പഞ്ചായത്ത് അംഗങ്ങളായ ഫസൽ റഹ്മാൻ, ശ്യാംജിത, CDS ചെയർപേഴ്സൺ ശ്രീജ വേലായുധൻ, ഹരിതസേനാംഗങ്ങൾ, കുടുംബശ്രീ മെമ്പർമാർ എന്നിവർ സന്നിഹിതരായിരുന്നു. ചിറനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഞായറാഴ്ച പട്ടിക്കര MMLP സ്കൂളിൽ സജ്ജമാക്കുന്ന പോളിംഗ് കേന്ദ്രത്തിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെയാണ് വോട്ടെടുപ്പ്. കാലങ്ങളായി കോൺഗ്രസ് ഭരണം കൈയാളുന്ന ബാങ്കിന്റെ 13-അംഗ ഭരണസമിതിയിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. UDF, CPIM എന്നീ പാനലുകൾക്ക് പുറമെ കോൺഗ്രസിലെ ഒരു വിഭാഗവും മത്സര രംഗത്തുണ്ട്. ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് TO സെബി, MM അബ്ദുൾ ജലീൽ, UV അശോകൻ, RM നൌഫൽ, PK പരീദ്, പവൽ ജോർജ്, CK ബിജു, ആൻസി ജോസഫ്, യശോദ സുരേന്ദ്രൻ, KL പോൾസൺ, പ്രിയ പ്രകാശൻ, ജീസൺ ബൈജു, AK ഹരിദാസ് എന്നിവരാണ് UDF പാനലിൽ മത്സരിക്കുന്നത്. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും മഹിളാ കോൺഗ്രസ് നേതാവുമായ ഗിരിജ സുരേഷ്, ബാജേഷ്, VA ഷിഹാബ്, PA ഷാജി, RS നൌഫിദ എന്നിവരടങ്ങുന്ന വിമത കോൺഗ്രസ് വിഭാഗത്തിന്റെ പാനലും ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് NA ഇക്ബാൽ, CJ തോമസ്, AK പരമേശ്വരൻ, PA മുഹമ്മദ് അലി, CI വർഗീസ്, CF സണ്ണി എന്നിവരടങ്ങുന്ന CPIM പാനലുമാണ് മത്സര രംഗത്തുള്ളത്. നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്ന വിമത വിഭാഗത്തിലെ ചിലർ നേതൃത്വം കണ്ണുരുട്ടിയതോടെ മത്സര രംഗത്തു നിന്നും പിന്മാറുകയും ചെയ്തിട്ടുണ്ട്. നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുള്ള CPIM സ്ഥാനാർത്ഥികളാകട്ടെ പ്രചാരണ പ്രവർത്തനങ്ങളൊന്നും തന്നെ നടത്താനും തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ഞായറാഴ്ച നടന്ന കേച്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിലേക്കും സമാനമായ രീതിയിൽ കോൺഗ്രസ് വിമത വിഭാഗം, CPIM എന്നീ പാനലുകൾ മത്സരിച്ചിരുന്നുവെങ്കിലും കോൺഗ്രസ് ഔദ്യോഗിക വിഭാഗം 75% വോട്ട് നേടി വിജയിച്ചിരുന്നു. കുന്നംകുളം താലൂക്ക് സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലെ ഇൻസ്പെക്ടറായ ഷൈനിയാണ് തെരഞ്ഞെടുപ്പിന്റെ വരണാധികാരി. CCTV ന്യൂസ് കേച്ചേരി. കടങ്ങോട് പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി ലാപ്ടോപ്പ് വിതരണം ചെയ്തു. വാർഷിക പദ്ധതിയിൽ 2.5 ലക്ഷം രൂപ വകയിരുത്തിയാണ് പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ബിരുദാനന്തര പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തത്.
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന രമേശ് അധ്യക്ഷയായി. നിർവഹണ ഉദ്യോഗസ്ഥ VG പ്രമീള പദ്ധതി വിശദീകരിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമണി രാജൻ, മെമ്പർമാരായ MK ശശിധരൻ, മൈമൂന ഷബീർ, സെക്രട്ടറി K മായാദേവി, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ സൗമ്യ സുരേഷ് എന്നിവർ സംസാരിച്ചു. VK മോഹനൻ കാർഷിക സംസ്കൃതി ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒരുമനൂർ പഞ്ചായത്ത് കമ്മിറ്റി ജൈവ പച്ചക്കറിത്തോട്ടം നിർമ്മാണം ആരംഭിച്ചു. അമൃത സ്കൂൾ പരിസരത്ത് മുൻ കൃഷിവകുപ്പ് മന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കൃഷി ഓഫീസർ IR എമിലി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് മുഖ്യാതിഥിയായി. CPI മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ബഷീർ, ഗീത രാജൻ, VC ചന്ദ്രൻ, കൃഷി അസിസ്റ്റന്റ് TK സിനി എന്നിവർ സംസാരിച്ചു. അതുപോലെ പെരിങ്ങോട്ടുകര 2 കേന്ദ്രങ്ങളിൽ കൃഷി നടക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ 3-4 കേന്ദ്രത്തിലാണ് ഈ വർഷത്തെ ഓണത്തിന് കൃഷി നടത്തിയത്. അതിനു മുമ്പ് നെൽകൃഷി നമ്മൾ 12 ഏക്കറോളം സ്ഥലത്ത് നെൽകൃഷി നമ്മൾ 3 പടവുകളായിട്ട് നമ്മൾ നടത്തിയിരുന്നു. എല്ലാവർക്കും അറിയുന്ന പോലെ 2-3 വർഷമായി നമ്മളിപ്പോൾ തണ്ണിമത്തൻ കൃഷി വ്യാപകമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്ന് നമ്മൾ ആരംഭിച്ച തണ്ണിമത്തൻ കൃഷി ഇപ്പോൾ മറ്റ് ചില ആളുകളും കൂടെ ഏറ്റെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയായ DG കേരളം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ സംഘാടക സമിതി യോഗവും വളണ്ടിയർമാർക്കുള്ള പരിശീലന ക്ലാസും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് EK നായനാർ സ്മാരക കോൺഫറൻസ് ഹാളിൽ നടന്ന സംഘാടക സമിതി യോഗവും പരിശീലനവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷനായി. ക്ഷേമകാര്യ സ്ഥിരസമിതി ചെയർമാൻ NA ബാലചന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് PV നിവാസ്, PK അസീസ്, സബീന റിറ്റോ, TO ജോയ്, ശരത് രാമനുണ്ണി, രമ ബാബു, ഷീബ ചന്ദ്രൻ, പഞ്ചായത്ത് സെക്രട്ടറി T നരേന്ദ്രനാഥ്, അസിസ്റ്റന്റ് സെക്രട്ടറി മനോജ്, CDS ചെയർപേഴ്സൺ പുഷ്പലത സുധാകരൻ എന്നിവർ സംസാരിച്ചു. RGSA ബ്ലോക്ക് കോർഡിനേറ്റർ വിഷ്ണു, ചൊവ്വനൂർ ബ്ലോക്ക് എക്സ്റ്റൻഷൻ ഓഫീസർ രാജേഷ് തുടങ്ങിയവർ പരിശീലനത്തിന് നേതൃത്വം നൽകി. എടക്കഴിയൂർ CD സാഹിബ് സ്കൂളിൽ നടത്തിയ ഫസ്റ്റ് എയ്ഡ് ബോക്സ് നിർമ്മാണ മത്സരം വൈസ് പ്രിൻസിപ്പാൾ ജോഷി ജോർജ് ഉദ്ഘാടനം ചെയ്തു. SRG കൺവീനർ മിനി പീറ്റർ, സ്റ്റാഫ് സെക്രട്ടറി ഷീജ അഗസ്റ്റ്യൻ, സാൻഡി ഡേവിഡ്, ജോത്സ്ന AT, സിറാജുദ്ദീൻ മാസ്റ്റർ, ടിൻഡു ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി. കുട്ടികൾ നിർമ്മിച്ച ഫസ്റ്റ് എയ്ഡ് ബോക്സുകൾ സ്കൂളിലേക്ക് കൈമാറി. പ്രഥമ ശുശ്രൂഷയുടെ പ്രാധാന്യത്തെപ്പറ്റി ബോധവൽക്കരണ ക്ലാസും നടന്നു. +2 പഠനത്തിന് ശേഷമുള്ള കോഴ്സുകൾക്ക് തുടർ പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി വിദ്യാമൃതം സ്കോളർഷിപ്പിനായി അപേക്ഷ ക്ഷണിക്കുന്നു. വർഷത്തിൽ 10,000 രൂപയുടെ സ്കോളർഷിപ്പാണ് നൽകുന്നത്. രക്ഷിതാവ് മരണപ്പെടുകയോ അസുഖങ്ങൾ മൂലം പൂർണ്ണമായി കിടപ്പിലുള്ളതുമായ തെരഞ്ഞെടുക്കപ്പെടുന്ന കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ സ്ഥിര താമസക്കാരായവരുടെ മക്കൾക്കാണ് സ്കോളർഷിപ്പ് നൽകുക. വിശദ വിവരങ്ങൾ അടങ്ങിയ അപേക്ഷ ഓഗസ്റ്റ് 5-ന് മുമ്പായി സെക്രട്ടറി, ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി, നെഹ്റു നഗർ, കുന്നംകുളം 680503 എന്ന വിലാസത്തിൽ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 85 47 28 93 19 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി എയ്യാൽ കാർത്തിയേനി ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ ആനയൂട്ട് നടന്നു. രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം മഹാഗണപതി ഹോമവും ഉണ്ടായിരുന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശ്രീരാജ് അഷ്ടമൂർത്തി നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികനായി. ശ്രീലകത്ത് ശ്രീദേവി, മയ്യനാട് അരുണിമ, പാർത്ഥസാരഥി, പുതുശ്ശേരി വിജയൻ എന്നീ കരിവീരന്മാർ ആനയൂട്ടിൽ പങ്കെടുത്തു. ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് AV ബാലൻ, സെക്രട്ടറി രബീഷ് TR, ട്രഷറർ ദിലീപ് കാമ്പുറത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ക്ഷേത്രം ചടങ്ങുകൾക്ക് മേൽശാന്തി ജയകൃഷ്ണൻ നമ്പൂതിരിപ്പാട് കാർമ്മികനായി. ആഗസ്റ്റ് 11 ഞായറാഴ്ചയാണ് ഇല്ലനിറ. വെൺമേനാട് MASM എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ 60ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. മണലൂർ MLA മുരളി പെരുന്നെല്ലി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധി MK മുഹമ്മദ് മുനീർ അധ്യക്ഷനായി. പാവർട്ടി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുധ K, ദ്രൗപദി, സ്കൂൾ PTA പ്രസിഡന്റ് മുഹമ്മദ് സിംല, MPTA പ്രസിഡന്റ് സുമയ്യ അഷ്റഫ്, പ്രിൻസിപ്പാൾ ഹുസൈൻ K, വൊക്കേഷണൽ പ്രിൻസിപ്പാൾ ഡോക്ടർ അബ്ദുൾ റസാഖ് K, സ്റ്റാഫ് സെക്രട്ടറി ബോബി ജോസ് P എന്നിവർ സംസാരിച്ചു. ഹെഡ് മാസ്റ്റർ ജോളി ചെറിയാൻ സ്വാഗതവും അധ്യാപകൻ സാബു വർഗീസ് നന്ദിയും പറഞ്ഞു. ഒളിമ്പിക്സ് 2024 ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സ്പോർട്സ് ഡേയും നടത്തി. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജൂനിയർ റെഡ് ക്രോസിന്റെയും കുന്നംകുളം സൈമൺസ് ഐ കെയർ ഹോസ്പിറ്റലിന്റെയും നേതൃത്വത്തിൽ
സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ 350 കുട്ടികൾ പങ്കെടുത്തു. പ്രധാനാധ്യാപിക നാദിര ടീച്ചർ, സീനിയർ അസിസ്റ്റന്റ് മഞ്ജുള ടീച്ചർ, ജൂനിയർ റെഡ് ക്രോസ് കൺവീനർ ഷീബ ടീച്ചർ, സൈമൺസ് ഐ കെയർ ഹോസ്പിറ്റൽ PRO വിനുരാജ് എന്നിവർ സംസാരിച്ചു. കേരളത്തെയും സ്ത്രീ സമൂഹത്തെയും അവഗണിച്ച കേന്ദ്ര സർക്കാർ ബജറ്റിനെതിരെ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തിരുവത്ര, മണത്തല, ചാവക്കാട് ഈസ്റ്റ് മേഖലാ കമ്മിറ്റികൾ സംയുക്തമായി പ്രതിഷേധ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. ചാവക്കാട് ബസ് സ്റ്റാൻഡിൽ വെച്ച് നടന്ന പരിപാടി ഗുരുവായൂർ MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. മഹിളാ അസോസിയേഷൻ തിരുവത്ര മേഖലാ സെക്രട്ടറി പ്രസന്ന രണദിവെ അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സണും അസോസിയേഷൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവുമായ ഷീജ പ്രശാന്ത് അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. അംഗങ്ങളായ MP രാജലക്ഷ്മി, മഞ്ജുഷ സുരേഷ്, പ്രിയ മനോഹരൻ തുടങ്ങിയവർ സംസാരിച്ചു. വേലൂർ രാജസാർ രാമവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLC+2 വിജയികളെ ആദരിക്കാനായി വിജയോത്സവം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ VK വിജയൻ മാസ്റ്റർ എന്നിവർ മുഖ്യാതിഥികളായി. ഹൈസ്കൂൾ വിഭാഗം സീനിയർ അധ്യാപിക PK സരസ്വതി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സ്വപ്ന റഷീദ്, സ്കൂൾ PTA പ്രസിഡന്റ് KK രാജൻ, പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ D രമി, സ്കൂൾ പ്രധാനാധ്യാപകൻ MB രത്നകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കാട്ടകമ്പൽ പഞ്ചായത്തിലെ രാമപുരം, തച്ചമ്പുറം റോഡരികിലും പാടത്തും മാലിന്യങ്ങൾ തള്ളുന്നത് പതിവാകുന്നു. മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക് കുപ്പികളും റോഡരികിലെ പാടത്ത് വലിച്ചെറിഞ്ഞ നിലയിലാണ്. രാത്രിയിൽ സംഘം ചേർന്ന് മദ്യപിച്ചതിനു ശേഷം കുപ്പികൾ പാടത്തേക്ക് വലിച്ചെറിയുകയാണെന്ന് ആരോപണമുണ്ട്. രാമപുരത്ത് നിന്നും സ്രായിലേക്ക് എത്താനായി പഞ്ചായത്ത് മുൻകൈയെടുത്താണ് തച്ചമ്പുറം റോഡ് നവീകരിച്ചത്. പാടത്തേക്ക് വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ കർഷകർക്ക് ശല്യമാകുന്നുണ്ട്. കൃഷി ഇറക്കുന്നതിന് മുമ്പ് ഇവയൊക്കെ നീക്കേണ്ട അവസ്ഥയിലാണ് കർഷകർ. മാലിന്യങ്ങൾ തള്ളുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അടുപ്പുട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയുടെ കീഴിലുള്ള ടൗൺ കുരിശുപള്ളി പെരുന്നാളിന് കൊടിയേറി. സന്ധ്യാനമസ്കാരത്തിന് ശേഷം വികാരി ഗീവർഗീസ് വർഗീസ് കൊടിയേറ്റം നിർവഹിച്ചു. കൈക്കാരൻ ബാബു ഇട്ടൂപ്പ്, സെക്രട്ടറി VB മജീഷ്, വാർഡ് മെമ്പർ സിജു C സൈമൺ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, വിശ്വാസികളും പങ്കെടുത്തു. താപസ ശ്രേഷ്ഠനായ ശമുവൻ ദസ്തുനിയുടെ ഓർമ്മ പെരുന്നാളും കുരിശുപള്ളിയുടെ സ്ഥാപക പെരുന്നാളും സംയുക്തമായി ഞായർ, തിങ്കൾ ദിവസങ്ങളിലായാണ് ആഘോഷിക്കുന്നത്. ഞായറാഴ്ച വൈകിട്ട് 7 മണിക്ക് സന്ധ്യാനമസ്കാരം, പ്രദക്ഷിണം, ആശീർവാദം, നേർച്ച എന്നിവ നടക്കും. തിങ്കളാഴ്ച രാവിലെ 6:30 പ്രഭാത നമസ്കാരം, തുടർന്ന് വിശുദ്ധ കുർബാന, പ്രദക്ഷിണം, ആശീർവാദം, നേർച്ച എന്നിവയും ഉണ്ടായിരിക്കും. പഴഞ്ഞി മാർ ഡൈനീഷ്യസ് കോളേജിലെ NCC SD യൂണിറ്റ് 25ാമത് കാർഗിൽ വിജയ് ദിവസ് ആചരിച്ചു. കേഡറ്റുകൾ പരേഡ് മാർച്ച് നടത്തി. ലഫ്റ്റനന്റ് ഡോക്ടർ ബെൻസൺ, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് മാത്യു എന്നിവർ സംസാരിച്ചു. ക്യാപ്റ്റൻ ഡോക്ടർ റെജിമോൻ കാർഗിൽ യുദ്ധത്തെക്കുറിച്ച് സംസാരിച്ചു. കേഡറ്റുകൾ അമർ ജവാൻ ജ്യോതിയിൽ പുഷ്പചക്രം സമർപ്പിച്ചു. പുന്നൂർക്കുളം ചമ്മന്നൂർ കടപ്പായി സ്വദേശിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. താഴത്തയിൽ വീട്ടിൽ ചക്കന്റെ മകൻ 64 വയസ്സുള്ള രാധാകൃഷ്ണനാണ് മരിച്ചത്. ഇന്ന് രാവിലെ 6 മണിയോടെ വീട്ടിലെ കിടപ്പുമുറിയിലാണ് തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. തുടർ നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകിയ മൃതദേഹം ചമ്മന്നൂർ കുടുംബ ശ്മശാനത്തിൽ സംസ്കാരം നടത്തി. ലീല ഭാര്യയും അഞ്ജലി, അനു എന്നിവർ മക്കളുമാണ്. യൂണിയൻ തൊഴിലാളിയാണ് രാധാകൃഷ്ണൻ. അമല മെഡിക്കൽ കോളേജിന്റെ നേതൃത്വത്തിൽ കുന്നംകുളം ആർത്താറ്റ് ആരംഭിച്ച ഗ്യാസ്ട്രോ കാർഡിയോ സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഞായറാഴ്ച രാവിലെ 9:30 മുതൽ 1 മണി വരെയാണ് ക്യാമ്പ്. ആദ്യം പേർ രജിസ്റ്റർ ചെയ്യുന്ന 100 പേർക്കാണ് സൗജന്യ പരിശോധനയ്ക്ക് അവസരം. 45 വയസ്സിന് മുകളിലുള്ളവർക്കാണ് ക്യാമ്പിൽ പരിശോധന. കൂടുതൽ വിവരങ്ങൾക്ക് 88 48 17 30 96 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. വരവൂർ പഞ്ചായത്ത് CDSന്റെ നേതൃത്വത്തിൽ 4 ലക്ഷം കുറുന്തോട്ടി തൈകൾ വിറ്റഴിച്ചു. കുറുന്തോട്ടി കൃഷിയുടെ വിളവെടുപ്പ് നടന്ന 7 ഏക്കർ സ്ഥലത്ത് 10 ലക്ഷത്തോളം തൈകളാണ് മുളച്ചത്. കുടുംബശ്രീ അംഗങ്ങളുടെ നേതൃത്വത്തിൽ മറ്റത്തൂർ ലേബർ സൊസൈറ്റി വഴിയാണ് തൈകൾ വിൽക്കുന്നത്. തൃപ്തി അയൽക്കൂട്ടത്തിന്റെ നവര JLG സംഘകൃഷി ഗ്രൂപ്പ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുമായി സംയോജിപ്പിച്ചുകൊണ്ടാണ് കൃഷി ചെയ്യുന്നത്. ഈ വർഷം 3 ഏക്കർ സ്ഥലത്ത് പുതിയതായി ആരംഭിച്ച കുറുന്തോട്ടി കൃഷിയുടെ നടിയിൽ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത നിർവഹിച്ചു. തൃപ്തി കുടുംബശ്രീ നവര JLG സെക്രട്ടറി T വിജയലക്ഷ്മി അധ്യക്ഷയായി. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ PK യശോദ, വിമല പ്രഹ്ലാദൻ, വാർഡ് മെമ്പർ VK സേതുമാധവൻ,
കുടുംബശ്രീ ചെയർപേഴ്സൺ VK പുഷ്പ, MK ആൽഫ്രഡ്, ഹേമ ട്രീസ എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ ബാംഗ്ലൂരിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ നേരിൽ കണ്ട് പഠിക്കുന്നതിനായി യാത്ര പുറപ്പെട്ടു. 72 പേരടങ്ങുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് യാത്രാ മംഗളങ്ങൾ നേർന്നു. ശുചിത്വ മിഷന്റെ ബിൽഡിംഗ് ഫണ്ട് ഉപയോഗിച്ചാണ് പഠനയാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. കോൺഗ്രസ് ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ബജറ്റ് കോപ്പി വലിച്ചു കീറി കത്തിച്ച് പ്രതിഷേധിച്ചു. പ്രതിഷേധ സമരം നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് OKR മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് R. രവികുമാർ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ ശശി വാർനാട്ട്, P. ഐലാസർ, ബാലൻ വാർനാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബഥാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ പ്രകൃതി സംരക്ഷണ ദിനം ആചരിച്ചു. ദിനാചരണത്തോടനുബന്ധിച്ച് 2ാം ക്ലാസ് വിദ്യാർത്ഥികൾ പ്രസംഗം, പാട്ട്, ഡാൻസ് എന്നിവ അവതരിപ്പിച്ചു. പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെ ഉയർത്തിക്കാട്ടുന്ന മനോഹരമായ ചാർട്ടുകളും പ്രദർശിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC, പ്രിൻസിപ്പാൾ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പാൾ രാധാമണി തുടങ്ങിയവർ നേതൃത്വം നൽകി. ജൂലൈ 27 CMPയുടെ 39ാമത് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് അയ്നൂരിൽ CMP പതാക ഉയർത്തി. സ്ഥാപക ദിനാചരണം ജില്ലാ സെക്രട്ടറി JC കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി അനിൽ VG, സജിത്ത് MS, നിഖിൽ CV, അയ്നൂർ ബ്രാഞ്ച് സെക്രട്ടറി ഫൈസൽ തറമേൽ, ആഷിഖ്, റഹീം, ജിൻഡോ, ഷിജു എന്നിവർ പങ്കെടുത്തു. KSEB അറിയിപ്പ്. പുന്നീർകുളം KSEB സെക്ഷൻ ഓഫീസിലെ ബില്ലിംഗ് പുനഃക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ആഗസ്റ്റ് മാസത്തെ വൈദ്യുതി ബില്ല് ലഭിക്കുന്ന ദിവസങ്ങളിൽ വ്യത്യാസമുണ്ടായിരിക്കുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. തിരുവളയനൂർ ഹയർ സെക്കൻഡറി സ്കൂൾ അലിഫ് അറബിക് ക്ലബിന്റെ നേതൃത്വത്തിൽ APJ അബ്ദുൽ കലാം അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. പഴുവിൽ സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ അറബിക് അധ്യാപിക സുമയ്യ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ക്ലബ് രക്ഷാധികാരി K. ഐജീഷ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് ബിജു പള്ളിക്കര മുഖ്യാതിഥിയായി. 10ാം ക്ലാസ് വിദ്യാർത്ഥിനി ഇഷ ഹയ്യ അനുസ്മരണ പ്രഭാഷണം നടത്തി. ക്ലബ്ബ് കോർഡിനേറ്റർ P. മുനീർ, ഷെഫീഖ്, അധ്യാപിക സക്കീന, ക്ലബ്ബ് ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന ടീം കേരള യൂത്ത് ഫോഴ്സ് ചാവക്കാട് നഗരസഭാ തലത്തിൽ രൂപീകരിച്ചു. യോഗം നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന സലിം അധ്യക്ഷത വഹിച്ചു. നഗരസഭ യൂത്ത് കോർഡിനേറ്റർ ജാബിർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റഷീദ്, MR രാധാകൃഷ്ണൻ, KV സത്താർ, യുവജന ക്ഷേമ ബോർഡ് സ്റ്റാഫ് ഉദ്യോഗസ്ഥ വൃന്ദ എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗവും കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസെന്റ് കൗൺസിലിംഗ് സെല്ലും സംയുക്തമായാണ് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. നഗരസഭ ഉപാധ്യക്ഷ അനിഷ്മ ഷനോജ് ഉദ്ഘാടനം ചെയ്തു. CG ആൻഡ് AC റിസോഴ്സ് പേഴ്സൺ CM ബിജു അധ്യക്ഷത വഹിച്ചു. MU ബിനോജ്, Dr. S. ശ്രീനാഥ്, M. സുധ, P. ഉഷ, G. പ്രിയ എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ കുന്നംകുളം ബ്ലോക്ക് സെന്റർ യൂണിറ്റ് കൺവെൻഷനും പുതിയ അംഗങ്ങളെ സ്വീകരിക്കലും മെമ്പർഷിപ്പ് വിതരണവും നടന്നു. ചിറളയം SCO ഹാളിൽ ചേർന്ന കൺവെൻഷൻ KSSPU ജില്ലാ ജോയിന്റ് സെക്രട്ടറി മെജോ ബ്രൈറ്റ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ മിനി മോൺസി പുതിയ അംഗങ്ങൾക്കുള്ള മെമ്പർഷിപ്പ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. സെന്റർ യൂണിറ്റ് പ്രസിഡന്റ് അന്നമ്മ ബെന്നി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ KSSPU കുന്നംകുളം ബ്ലോക്ക് പ്രസിഡന്റ് MK സുകുമാരൻ, സെക്രട്ടറി CG ജോബ്, ജില്ലാ കമ്മിറ്റി അംഗം KG പാറുക്കുട്ടി, യൂണിറ്റ് രക്ഷാധികാരി തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിൽ നവാഗതരായവരെയും സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് സംസ്ഥാന ട്രെയിനറായ അനിത ടീച്ചറെയും ആദരിച്ചു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിക്ക് കീഴിലുള്ള എറണാകുളം സെന്റ് പീറ്റേഴ്സ് ആൻഡ് പോൾസ് കുടുംബ യൂണിറ്റിന്റെ സാന്ത്വന സ്പർശം ധനസഹായ വിതരണം ഞായറാഴ്ച നടക്കും. വൈകിട്ട് 4-ന് എറണാകുളം കുന്നംകുളം ചാരിറ്റബിൾ സൊസൈറ്റി ഹാളിൽ നടക്കുന്ന പരിപാടി തൃശൂർ ഭദ്രാസനാധിപൻ ഡോക്ടർ കുര്യാക്കോസ് മോർ ക്ലിമീസ് മെത്രാപ്പൊലിത്ത ഉദ്ഘാടനം ചെയ്യും. ഡയാലിസിസ് രോഗികൾക്കുള്ള ധനസഹായ വിതരണം കൊച്ചി മേയർ M. അനിൽകുമാർ, ക്യാൻസർ രോഗികൾക്കുള്ള സഹായം ഹൈബി ഈഡൻ MP, നിർധന രോഗികൾക്കുള്ള സഹായം കൊച്ചി സിറ്റി മുൻ DCP ഷാജു K. വർഗീസ് എന്നിവർ വിതരണം ചെയ്യും. വികാരി ഫാദർ ഡിൽജോ ഏരിയാസ് കുരൻ അധ്യക്ഷത വഹിക്കും. പരിപാടികൾക്ക് ഇടവക വികാരി ഫാദർ ഡിൽജോ ഏലിയാസ് കുരൻ, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് PK ജിജു, സെക്രട്ടറി PK ശാമുവൽ, ട്രഷറർ AI ഡേവിസ്, യൂത്ത് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജീസ് ജോസ് എന്നിവർ നേതൃത്വം നൽകും.
വാടാനപ്പള്ളി SMUP സ്കൂളിൽ കാർഗിൽ വിജയ ദിനത്തോടനുബന്ധിച്ച് കുട്ടികൾക്ക് മധുര നെല്ലിക്ക വിതരണം ചെയ്തു. 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു ആണ് വിജയാഘോഷത്തിന്റെ ഭാഗമായി നെല്ലിക്ക വിതരണം ചെയ്തത്. രാജ്യത്തിനു വേണ്ടി ജീവൻ വെടിഞ്ഞവരെ നമ്മൾ എന്നും സ്നേഹത്തോടെയും ആദരവോടെയും സ്മരിക്കണമെന്ന് അധ്യാപകൻ കൂടിയായ മേജർ PJ സ്റ്റൈജു കുട്ടികളെ ഓർമ്മിപ്പിച്ചു. പ്രധാന അധ്യാപിക രാഖി, അധ്യാപകരായ വീണ ടീച്ചർ, സ്വാതി കൃഷ്ണ, PR സുനി, KV ആദിക, ലക്ഷ്മി നാരായണൻ, സോണിയ എന്നിവർ നേതൃത്വം നൽകി. വെള്ളിത്തിരുത്തിയിൽ ഭാരത് റൈസ് വിതരണം നടന്നു. പ്രശസ്ത മേള വിദ്വാൻ വെള്ളിത്തിരുത്തി ഉണ്ണിനായർ ഉദ്ഘാടനം ചെയ്തു. ബൂത്ത് പ്രസിഡന്റ് KM ജ്യോതിഷ് അധ്യക്ഷത വഹിച്ചു. BJP ചൊവ്വന്നൂർ പഞ്ചായത്ത് പ്രഭാരിയും മണ്ഡലം ട്രഷററുമായ സുമേഷ് കുട്ടൻ, മണ്ഡലം ഉപാധ്യക്ഷൻ മുരളി വെള്ളിത്തിരുത്തി, രാഷ്ട്രീയ സ്വയം സേവക് സംഘം ശാഖ മുഖ്യ ശിക്ഷക് സൗരവ് സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. പുന്നൂർകുളം പരൂർ കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റും മലപ്പുറം ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയുമായി സംയുക്തമായി സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. കാരുണ്യം കോൺഫറൻസ് ഹാളിൽ നടത്തിയ ക്യാമ്പിൽ ചെയർമാൻ കുഞ്ഞിമുഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു. ഐ ഫൗണ്ടേഷൻ PRO മധുസൂദനൻ നേത്ര സംരക്ഷണ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. കാരുണ്യം ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ ആറ്റുപുറം, വൈസ് ചെയർമാൻ ഷെരീഫ് പാണ്ടോത്തയിൽ എന്നിവർ സംസാരിച്ചു. 150-ലധികം രോഗികൾ ക്യാമ്പിൽ പങ്കെടുത്തു. ഓപ്പറേഷൻ വേണ്ടതായ രോഗികളെ ഐ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ വാഹനത്തിൽ കൊണ്ടുപോയി സൗജന്യമായി ഓപ്പറേഷൻ ചെയ്തു കൊടുക്കും. ക്യാമ്പിന് ഡോക്ടർ ദൃശ്യ, മറ്റ് ജീവനക്കാരായ ബുർഹാന മിസ്രി, ദിൽസാന എന്നിവർ നേതൃത്വം നൽകി. സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് വിളംബര ജാഥയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വിവിധ സ്കൂളുകളിൽ ദീപശിഖ തെളിയിച്ചു. റാലി നടത്തി. മരത്തംകോട് മാർ PLXനോസ് മെമ്മോറിയൽ സ്കൂളിൽ പ്രത്യേക അസംബ്ലി സംഘടിപ്പിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഒളിമ്പിക്സ് സന്ദേശം അസംബ്ലിയിൽ വായിക്കുകയും പ്രധാനാധ്യാപിക ലൈലിക ടീച്ചർ ഒളിമ്പിക്സ് പ്രഖ്യാപന ദീപശിഖ സ്പോർട്സ് കൺവീനറായ അനു ടീച്ചർക്ക് കൈമാറുകയും ചെയ്തു. തുടർന്ന് വിദ്യാർത്ഥികളായ ആസിഫ്, ഷിബിൽ എന്നിവർക്ക് ദീപശിഖ കൈമാറി റാലി നടത്തി. സ്പോർട്സ് കമ്മിറ്റി അംഗങ്ങളും അധ്യാപകരുമായ റിൻസി സി ബോസ്, സോന ജോസ്, സ്റ്റാഫ് സെക്രട്ടറി ഫാദർ സജി കുളങ്ങാട്ടിൽ എന്നിവർ സംസാരിച്ചു. അധ്യാപകരായ ലിന ES, സീനത്ത് CM, ജിന ജോൺ, സ്റ്റെഫി സണ്ണി, സ്നേഹ വിൽസൺ, ഡെയ്സി, ലിജിൻ P ചാക്കോ എന്നിവർ നേതൃത്വം നൽകി. വേലൂർ സെന്റ് സേവിയേഴ്സ് UP സ്കൂളിൽ ദീപശിഖ തെളിയിച്ചു. പ്രധാനാധ്യാപകൻ ജോൺ ആന്റണി, വാർഡ് മെമ്പർ വിനി ഗോപി, PTA പ്രസിഡന്റ് വിജോയ് വിൻസെന്റ്, സ്കൂൾ ലീഡർമാരായ ബിനീറ്റ, അശോഘോഷ്, അധ്യാപകരായ രാഖിൻ, ഡെയ്സി, സിജി തുടങ്ങിയവർ നേതൃത്വം നൽകി. മുണ്ടത്തിക്കോട് NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ പ്രത്യേക അസംബ്ലിയിൽ കുട്ടികൾ സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് വിളംബര പ്രതിജ്ഞയെടുത്തു. ഒളിമ്പിക്സിന് ആരംഭം കുറിക്കുന്ന സ്കൂൾ ഒളിമ്പിക്സ് പ്രഖ്യാപന ദീപശിഖ പ്രധാനാധ്യാപിക K ഗിരിജ കുട്ടികൾക്ക് കൈമാറി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഒളിമ്പിക്സ് സന്ദേശം അസംബ്ലിയിൽ വായിച്ചു. കരിക്കാട് CMLP സ്കൂളിൽ ദീപശിഖ റാലി സംഘടിപ്പിച്ചു. കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും പങ്കെടുത്തു. സ്കൂൾ പ്രധാനാധ്യാപിക ഷൈനി ടീച്ചർ, PTA പ്രസിഡന്റ് ഷബീർ AV, MPTA പ്രസിഡന്റ് സൗമ്യ, മറ്റ് അധ്യാപകർ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് CCTV. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് ആയുഷ് യോഗ ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന സൗജന്യ യോഗ പരിശീലന ക്ലാസ്സിൽ 3ാമത് ബാച്ച് പരിശീലനം പൂർത്തിയാക്കി. സമാപന ചടങ്ങ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീധരൻ മക്കാലിക്കൽ ഉദ്ഘാടനം ചെയ്തു. മെമ്പർ SK ഖാലിദ്, ആയുഷ് ആയുർവേദ PHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഉഷ P, യോഗ പരിശീലകൻ ബൈജു തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6300 രൂപ, പവന് 50400 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 89 രൂപ. ചരമം തൃത്താല മുളയ്ക്കൽ വീട്ടിൽ അബ്ദുൾ അസീസ് നിര്യാതനായി. 88 വയസ്സായിരുന്നു. തൃത്താല AE ഓഫീസിൽ സൂപ്രണ്ടായും പാലക്കാട് DD ഓഫീസിൽ അക്കൗണ്ട്സ് ഓഫീസറായും സേവനമനുഷ്ഠിച്ച ഇദ്ദേഹം തിരുവനന്തപുരം പൊതുവിദ്യാഭ്യാസ കാര്യാലയത്തിൽ നിന്നും സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി 1993 വിരമിച്ചു. തൃത്താല ഇംഗ്ലീഷ് മീഡിയം സീനിയർ സെക്കൻഡറി സ്കൂൾ സ്ഥാപകരിൽ ഒരാളും നിലവിൽ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ട്രഷററുമായിരുന്നു. തൃത്താല മഹല്ല് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. ആയിഷ ബി ഭാര്യയാണ്. M താഹിർ, സുബൈദ, കുഞ്ഞി മുഹമ്മദ് എന്നിവർ മക്കളാണ്. ഖബറടക്കം ഞായറാഴ്ച രാവിലെ 10 മണിക്ക് തൃത്താല ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും. കൂനമുച്ചയ്ക്ക് ഇടങ്ങാൻ പരേതനായ അന്തോണി ഭാര്യ റോസി നിര്യാതയായി. 88 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. ചാർലി, ഷാജി, പരേതനായ ജെയ്സൺ, ജോയ്, ടോജൻ, ഡേവിസ്, ജോഷി, ബിജു എന്നിവർ മക്കളാണ്.
പുന്നൂർക്കുളം പനന്തറ മൂത്തേടത്ത് വേലായുധൻ നിര്യാതനായി 88 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതയായ തങ്കമ്മ ഭാര്യയും മോഹിനി, ബാബു, സത്യൻ, രജനി എന്നിവർ മക്കളുമാണ്. ചാലിശ്ശേരി കുന്നത്തേരിയിൽ താമസിക്കുന്ന അത്താണിപ്പറമ്പിൽ പരേതനായ മൂസ ഭാര്യ സൈനബ നിര്യാതയായി 75 വയസ്സായിരുന്നു. ഖബറടക്കം നടന്നു. കുഞ്ഞു മുഹമ്മദ്, ഹമീദ്, മൊയ്തുട്ടി, സുഹറ, റഷീദ്, റാബിയ, ഷമീറ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ കുറ്റിപ്പുറം പാതയുടെ അറ്റകുറ്റപ്പണികളിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. KSTP കുറ്റിപ്പുറം ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ SM അഷ്റഫിനെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. കടലിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. രക്ഷകരായി ഫിഷറീസ്, മറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ സംഘവും ശനിയാഴ്ച രാവിലെ എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെ രക്ഷിച്ച് കരയിലെത്തിച്ചു. ഗുരുവായൂരിൽ കെട്ടിടത്തിന് മുകളിൽ മാലിന്യം കൂട്ടിയിട്ട് കത്തിച്ച സ്ഥാപനത്തിൽ നിന്നും നഗരസഭ 2 ലക്ഷം രൂപ പിഴ ഈടാക്കി. സ്ഥാപനം അടച്ചുപൂട്ടാൻ നോട്ടീസ് നൽകി. വേലൂർ പഞ്ചായത്തിലെ 12ാം വാർഡിലെ 76 നമ്പർ മണിമലർക്കാവ് അങ്കണവാടിയിൽ ഗേറ്റ് നിർമ്മിച്ചുവെന്ന് കാണിച്ച് പണം തട്ടിയെടുത്ത സംഭവത്തിൽ ഭരണസമിതി രാജിവെക്കണമെന്ന് കോൺഗ്രസ്. 2015-16 സാമ്പത്തിക വർഷത്തിലാണ് കേസിനാസ്പദമായ സംഭവം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.